ഹായ് ഗായ്സ്, ജെവിൻ ഹിയർ. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് അൺബോക്സിങ് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ച സാധനം എൻ്റെ ഫൈനൽ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ലീജിയൻ 5 സ്ലിം. അപ്പം നമുക്കിതിൻ്റെ അൺബോക്സിംഗ് ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് അൺബോക്സ്. നല്ല വെയിറ്റ്, 2.1 kg 2.3 kg അങ്ങനെന്തോ ഉണ്ട്. നല്ല സെറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് നെൽത്തിട്ടാലും ഒന്നും പറ്റില്ല, അങ്ങനത്തെ രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് ലെനോവോ ലീജിയൻ 5 സ്ലിം ആണ്. ഗെയിമിംഗ് സീരീസിലെ സ്ലിം മീൻസ് ഇത് നിങ്ങൾ വിചാരിക്കുന്ന സ്ലിം അല്ല, അത്യാവശ്യം തിക്കുണ്ട്. മീൻസ് ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിമിംഗ് കാറ്റഗറിയിൽ വരുന്ന സ്ലിം, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ നോർമൽ ലാപ്ടോപ്പായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്തത് സ്ലിം ആയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ പ്രീമിയം ലുക്ക് കേട്ടോ കാണാൻ. മെറ്റാലിക് ബോഡി വരുന്നുണ്ട്. ലൂണ ഗ്രേ അങ്ങനെ എന്തോ പറഞ്ഞ കളറായത്. അപ്പം ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് വരുന്ന സെറ്റ് ലുക്ക് കാണാൻ. അപ്പം ഇത് ലീജിയൻ്റെ സീരീസാണ്. LOQ കഴിഞ്ഞ അടുത്ത ലീജിയൻ ആണ്. ലീജിയൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രീമിയം ലെവലിൽ ഉള്ള ഒരു സീരീസാണ്. LOQ നമുക്ക് കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആ ഒരു ടൈപ്പ് LOQയുടേത്. അപ്പം നമുക്ക് തൽക്കാലം ലാപ്ടോപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടിയാൽ നോക്കാം. ഇതാണ് ചാർജർ പോർട്ട് വരുന്നത്. ഇത് 230 വാൾട്ടിൻ്റെ പവർ അഡാപ്റ്ററാണ്. അത്യാവശ്യം നല്ല ഹെവിയാണത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓൾവേസ് പ്ലഗ് ഇൻ ചെയ്ത് യൂസ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് നല്ല പവറിൽ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 5 to 7 hours ഒക്കെ നമുക്ക് നോർമൽ യൂസിന് പറ്റുള്ളൂ. ഈ നമ്മൾ ഹെവി യൂസ് ചെയ്യുന്ന സമയത്ത് ഓൾവേസ് പ്ലഗ് ഇൻ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പം അതിന് പറ്റിയ നല്ല ഹെവി ആയിട്ടുള്ളൊരു ചാർജർ തന്നെ ഇത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയാനാണെങ്കിൽ പ്രൊസസ്സർ വരുന്നത് AMD Ryzen 7, റാം വരുന്നത് 16 GB, സ്റ്റോറേജ് വരുന്നത് 1 TB, ഗ്രാഫിക്സ് വരുന്നത് RTX 4060 ആണ് വരുന്നത്. നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് കാർഡാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ ഡിസ്പ്ലേ 16 inch ആണ്. ബാറ്ററി 4 ഷെല്ല്. വിൻഡോസ് വരുന്നത് 11 ഹോമാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പാണ് ഈ ലീജിയൻ LOQ സീരീസ് വരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം റാം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് 16 GB ആണ്. അത്യാവശ്യം ബെറ്ററാണ്. നമുക്കിനി കുറച്ചുകൂടി ഹെവി യൂസ് എന്ന് വെച്ചാൽ മൾട്ടി ടാസ്കിംഗ് ഒക്കെ 16 GB പെർഫെക്റ്റ് ആണ്. പക്ഷേ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് ബൂസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് ഒരു 16 അല്ലെങ്കിൽ വേറൊരു റാമും കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാവുന്നതാണ്. ഓൾറെഡി അതിനൊരു സ്ലോട്ട് ഇതിൻ്റെ അകത്തുണ്ട് empty ആയിട്ട്. പിന്നെ വരുന്നത് ബാറ്ററി 4 ഷെൽസിൻ്റെ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ ലീജിയൻ്റെ പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയാണ് ലീജിയൻ സെറ്റാക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ മെറ്റാലിക് ബോഡി വരുന്നുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ ലീജിയൻ സീരീസ് എല്ലാം ബെറ്റർ ക്വാളിറ്റിയാണ്. ലീജിയൻ വെച്ച് നോക്കുമ്പോൾ ഈ LOQയുടെ വെച്ച് നോക്കുമ്പം നമുക്ക് പ്ലാസ്റ്റിക് ബോഡിയാണ് എനിക്ക് തോന്നുന്നത് വരുന്നത്. LOQന് മെറ്റാലിക് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് LOQന് പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. പക്ഷേ ലീജിയൻ്റെത് എല്ലാം മെറ്റാലിക് ഫ്രെയിം, മെറ്റാലിക് ബോഡിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ കൂളിംഗ് പറയാനാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളൊരു വെന്റിലേഷൻ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹെവി യൂസ്, നമ്മൾ ഹെവി ഗെയിംസ്, ഹെവി എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു കൂളിംഗ് ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ Ryzen 7 4060 എന്ന് പറയുന്നത് ബെറ്റർ കോംബോ ആണ്. നമുക്ക് AAA ഗെയിംസ്, ഹെവി ടാസ്ക് മീൻസ് വീഡിയോ എഡിറ്റിങ്, 3D റെൻഡറിങ് അതൊക്കെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ലൈവ് സ്ട്രീമൊക്കെ ചെയ്യാനാണെങ്കിൽ OBS സ്റ്റുഡിയോ, ഈ ഗെയിം കളിച്ചുകൊണ്ട് തന്നെ നമ്മൾ OBS സ്റ്റുഡിയോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ വേറെ എന്താ വെച്ചാൽ പെർഫോമൻസ് ബൂസ്റ്റിംഗ് എന്നുള്ളൊരു പരിപാടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഗെയിം കളിക്കുന്നെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം സൈലൻ്റ് ചെയ്തിട്ട് മാക്സിമം പവർ നമുക്ക് ഗെയിമിങ്ങിന് മാത്രമാക്കി തരും. അത് നല്ലൊരു ഓപ്ഷനാണ്.
കാരണം ഒരു ലാഗും ഇല്ലാതെ നമുക്ക് ഗെയിം കളിക്കാൻ, പിന്നെ വീഡിയോ എഡിറ്റിങ്, 4K വീഡിയോ എഡിറ്റിങ്, 3D റെൻഡറിങ്, ഇതിനൊക്കെ നമുക്ക് ബെറ്ററായിട്ട് ഈ പെർഫോമൻസ് ബൂസ്റ്റ് എന്നുള്ളൊരു സംഭവം അത് നന്നായിട്ട് യൂസ്ഫുൾ ആവും. അപ്പം ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് വരുന്നത്. അപ്പോൾ ലെറ്റ്സ് സ്വിച്ച് ഓൺ. ലീജിയൻ കീബോർഡ് വരാണെങ്കിൽ നമ്പർ കീബോർഡ് കൂടെ വരുന്നുണ്ട്. പിന്നെ RGB ലൈറ്റ്സ് ഉണ്ട്. കീബോർഡിന് മാത്രമേ RGB ലൈറ്റ്സ് ഉള്ളൂ, ഈ സൈഡിലൊന്നുമില്ല. ഈ ലീജൻ്റെ പല സീരീസിലും സൈഡിലൊക്കെ RGB ലൈറ്റ്സ് ഉള്ളതുണ്ട്. പക്ഷേ ഈ സീരീസിൻ്റെ അകത്ത് കീബോർഡ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലാപ്ടോപ്പ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഡിസ്പ്ലേനെ കുറിച്ച് പറയാനാണെങ്കിൽ ഡിസ്പ്ലേ മുത്ത് 2K ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൻ്റെ കൂടി കിട്ടുന്നത്. നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ. ഒരു ഗെയിമറാണ്, സ്ട്രീമറാണ്, വീഡിയോ എഡിറ്ററാണ്, ഗ്രാഫിക് ഡിസൈനറാണ്, ഇത് ബെറ്റർ ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ലീജിയൻ 5 സ്ലിം. അപ്പം ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത് 4060 ആണ്. ബെറ്റർ ആയിട്ടുള്ള 4060. ഇതിൻ്റെ വേറൊരു അപ്ഗ്രേഡഡ് വെർഷൻ ഉണ്ട് 5050. ഈ 5050 എന്ന് പറയുന്നത് റീസെൻ്റ്ലി ഇറങ്ങിയ ഗ്രാഫിക്സ് കാർഡാണ്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ബോത്ത് ആർ സിമിലർ എന്ന് ഞാൻ പറയത്തില്ല. രണ്ടും പവറിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് മീൻസ് ഈ 5050 ആകുമ്പോൾ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിന് സെയിം പവർ നിങ്ങൾക്ക് തരും. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് വരുന്നത്. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ, നിങ്ങളിത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഷോപ്പുകളിൽ പോയി വാങ്ങാം. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ലെനോവോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ വെരിഫൈഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് വെച്ചാൽ ലെനോവോ വാറണ്ടി തരുന്ന ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്. അവരുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ പല സൈറ്റുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ 4060 32GB ഇതിനേക്കാട്ടും വില കുറവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് ഷോപ്പുകാർ അപ്ഗ്രേഡ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ നമ്മളെ നോർമൽ ഷോപ്പുകാർ അപ്ഗ്രേഡ് ചെയ്ത് വെക്കുന്ന സാധനമാണ്. അത് ഞാൻ അറിയാൻ കഴിഞ്ഞത് ബ്രാൻഡുകാർ പോലും ആ പ്രൈസിന് കൊടുക്കില്ല. അപ്പം അവരെങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ അവരുടെ പ്രൊഡക്റ്റ്, അവരുടെ ചിപ്പ് സെറ്റൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് ലോക്കൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഈ ആമസോണിലും നൂണിലൊക്കെ ഞാൻ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാപ്ടോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സ്പെക്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന കുറേ ലാപ്ടോപ്പുകൾ ഞാൻ സൈറ്റിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിന് ലെനോവോ ഒഫീഷ്യൽ വാറണ്ടി കാർഡ് അവർ തരത്തില്ല. അപ്പോൾ ഇതിന് ലെനോവോയുടെ 1 year വാറണ്ടി ഉണ്ട്. കാരണം ഞാൻ ഇത് കാരിഫർ എന്നാണ് വെച്ചാൽ, കാരിഫർ ലെനോവോയുടെ ഡിസ്ട്രിബ്യൂട്ടർ ലിസ്റ്റിൽ പെടുന്ന ഒരാളാണ്. അങ്ങനെ പല ഡിസ്ട്രിബ്യൂട്ടറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങുക. ഓൺലൈനിൽ നിങ്ങൾ ബെസ്റ്റ് സെല്ലർ ആരാണെന്ന് നോക്കുക. ചിലപ്പം ഡെലിവറി ചെയ്യുന്നത് ഓൺലൈൻ ഷോപ്പ് മീൻസ് ആമസോൺ നൂണായിരിക്കും. പക്ഷേങ്കിൽ അത് സെല്ല് ചെയ്യുന്നത് പുറത്ത് തേർഡ് പാർട്ടി ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് ഇങ്ങനത്തെ ഇലക്ട്രോണിക് സാധനങ്ങൾ മേടിക്കുമ്പോൾ ബെറ്റർ ഞാൻ പറയുന്നത് ഫിസിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഓൺലൈനിൽ വാങ്ങുന്ന സമയത്ത് സെല്ലർ ആരാണെന്ന് പ്രോപ്പർ ഒരു ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് ഞാൻ റീസെൻ്റ്ലി അറിഞ്ഞ ഒരു ഇൻഫർമേഷനാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഗൈസ്. ഇത് നമ്മളെ ചാനലിലെ ഫസ്റ്റ് അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇനിയും കൂടുതൽ പ്രൊഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം താങ്ക് യു ഗൈസ്.